വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ നഗരകവാടത്തിലെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണങ്ങളിൽ നിന്നുള്ള വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുന്നോട്ട് വന്ന ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ലല്ലോ. സാധ്യതകളെല്ലാം അടഞ്ഞ ഞങ്ങളുടെ ജീവിത വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. യേശു പറഞ്ഞു, ഈ ലോകം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ദിവ്യകാരുണ്യ ഈശോയെ, ഗുരുതരമായ രോഗം ബാധിച്ച് മരണവക്കിലെത്തിയിരിക്കുന്ന സകല വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. ഈശോയെ, അവരെ അങ്ങ് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാരക രോഗങ്ങൾ, അവശതകൾ, ഈശോയെ, ഇതിലൂടെ കടന്നു പോകുന്ന സകലരെയും അങ്ങേക്ക് വിട്ടുതരുന്നു. ഈശോയെ, സൗഖ്യം നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം തിരുവചനം. യേശു പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ദിവ്യനാഥ, സകലവിധ രോഗങ്ങളുള്ളവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ക്യാൻസർ രോഗമുള്ളവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, മറ്റ് സാംക്രമിക രോഗങ്ങളുള്ളവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ദിവ്യകാരുണ്യ ഈശോയെ, ഗുരുതരമായ മാരകമായ മരുന്നുകൾക്ക് സൗഖ്യപ്പെടാനാകാത്ത രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, ജീവിതത്തിലേക്ക് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. ഈശോയെ, തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. വളരെ പ്രത്യേകമായി ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോകുന്ന സകലരെയും സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യോഹന്നാൻ 12:35. യേശു അവരോട് പറഞ്ഞു, അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കുവാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയുന്നില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ലോകത്തിൻ്റെ പ്രകാശമായ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ എന്നും ജീവിതം നശിപ്പിച്ച് കളയാതെ അങ്ങാകുന്ന പ്രകാശത്തിലേക്ക്, വിശുദ്ധിയുടെ പ്രകാശത്തിലേക്ക് വരുവാൻ ലോകത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ അന്ധകാരത്തിൽ നിന്ന് ആത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.